Hello, a very warm welcome. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA BSc ഡിഗ്രി കുട്ടികളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനാണിത്. കോഴ്സ് ടൈറ്റിൽ ഗ്രാമർ ആൻഡ് ട്രാൻസ്ലേഷൻ, കോഴ്സ് കോഡ് HIN 2808. ഓക്കെ, ഈ പേപ്പർ ഗ്രാമർ ആൻഡ് ട്രാൻസ്ലേഷൻ നമ്മൾ മറ്റ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുന്നത് പോലെ ക്വാണ്ടിറ്റി വൈസ് ഇങ്ങനെ വല്ലാതെ എഴുതേണ്ട ഒരു പേപ്പറല്ല. വളരെ ആപ്റ്റായിട്ട് അപ് ടു ദ പോയിൻ്റ് ആയിട്ട് എഴുതിയാൽ മതി. എന്നുവെച്ചാൽ വളരെ വലിച്ചു നീട്ടി എഴുതേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒന്ന് പരിചയപ്പെടാം വളരെ സംക്ഷിപ്തമായി. പാർട്ട് എ, അപ്പോൾ ഇൻ ഓൾ 2.5 hours ആണ്, 2.5 മണിക്കൂർ പരീക്ഷ, മാക്സിമം മാർക്സ് 80. Okay, so part A, in all you have 15 questions. You are free to attend all of them. ഈ പുതിയ എക്സാം പാറ്റേണിൽ ഇങ്ങനെയാണ്, you are free to attend all of them. Each question carries 2 marks. Even if you attend all the questions, you are not going to get 30 marks. അതാണ് ഈ 15 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അതിനൊരു കട്ട് ഓഫ് ഉണ്ട്, ഒരു ക്യാപ്പിംഗ് ഉണ്ട്. സോ യു വിൽ ഗെറ്റ് മാക്സിമം 25 മാർക്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 13 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 26 മാർക്സ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട 25 മാർക്സ് കിട്ടും. 13 ക്വസ്റ്റ്യൻ, ദാറ്റ് മീൻസ് 2 ക്വസ്റ്റ്യൻസ് ഒമിറ്റ് ചെയ്യാം വേണമെങ്കിൽ. അതല്ല 15 എഴുതേണ്ടവർക്ക് 15 എഴുതാം. അപ്പോൾ അഥവാ എഴുതിയതിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാം. അപ്പോൾ ഇൻ ഷോർട്ട് പാർട്ട് എയിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. 15 ക്വസ്റ്റ്യൻ എഴുതിയെന്നും വെച്ച് 30 മാർക്ക് ടോട്ടൽ കിട്ടത്തില്ല, 25 മാർക്സേ കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ വൈസ് ഒന്ന് അനലൈസ് ചെയ്യാം വളരെ സംക്ഷിപ്തമായി. പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിന്ദി മേ വചൻ കിസേ കഹത്തെ ഹേ. വചൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിംഗുലർ പ്ലൂറലാണ് ഉദ്ദേശിക്കുന്നത്. ഏക് വചൻ, ബഹുവചൻ, വൺ ആൻഡ് മെനി, അതാണ്. ഹിന്ദി മേ വചൻ കിസേ കഹത്തെ ഹേ, നിങ്ങളുടെ ഗ്രാമർ ടെക്സ്റ്റിൽ വചൻ്റെ ഡെഫിനിഷൻ എന്താണോ അതാണ് ഇവർ, ജസ്റ്റ് അത് എഴുതിയാൽ മതി. ജസ്റ്റ് യു റൈറ്റ് ദ ഡെഫിനിഷൻ. വചൻ, അതിൻ്റെ സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ, ശബ്ദോं के उस रूप को जो किसी वस्तु के एक अथवा अनेक होने का बोध कराता है. ഒന്ന് അല്ലെങ്കിൽ മെനി, വൺ ഓർ മെനി, അതിനെ സൂചിപ്പിക്കുന്ന ആ ഒരു വേർഡിൻ്റെ ആ ഒരു രൂപത്തിനെയാണ് വചൻ എന്ന് പറയുന്നത്. വചൻ 2 ടൈപ്സ് ഉണ്ട്, ഏക് വചൻ, ബഹുവചൻ. ഇവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, വചൻ കിസേ കഹത്തെ ഹേ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഡെഫിനേഷൻ മാത്രം എഴുതിയാൽ മതി. ഒരു നൗണിൻ്റെ, ഒരു സംഖ്യയുടെ ജിസ് റൂപ് സേ, കിസി വ്യക്തി വസ്തു, ഏതെങ്കിലും ഒരു സാധനം, ഏതെങ്കിലും ഒരു വ്യക്തി ഒന്നാണോ അത് ഒന്നിലധികമുണ്ടോ എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് വചൻ എന്ന് പറയുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്, ഏക് വചൻ, ബഹുവചൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയേ, ലഡ്ക്കി ഖേൽത്തി ഹേ, ലഡ്ക്കിയാ ഖേൽത്തി ഹേ. ലഡ്ക്കി 1 ആണ്, ലഡ്ക്കിയാ പ്ലൂറലാണ്, ബഹുവചൻ. അപ്പോൾ ഇൻ ഷോർട്ട് വചൻ എന്തുവാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ബേസിക്കലി ഈ ഹിന്ദി ഗ്രാമർ പേപ്പറിൽ അല്പസ്വല്പം മെമ്മറൈസിങ് വളരെ അത്യാവശ്യമാണ്. മനസ്സിലാക്കുക, എന്നിട്ട് മെമ്മറൈസ് ചെയ്യുക. മെമ്മറൈസിങ് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഭാവവാചക് സംഖ്യ ക്യാ ഹെ, ആബ്സ്ട്രാക്ട് നൗൺ. ആബ്സ്ട്രാക്ട് നൗണിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം നൗൺ എന്തുവാണെന്ന്. ഗ്രാമറിലെ ബേസിക് ഒരു യൂണിറ്റാണ് നൗൺ. നൗൺ എല്ലാവർക്കും അറിയാവുന്നതാണ്, സിമ്പിളാണ്. സംഖ്യ കിസി വ്യക്തി, വസ്തു, സ്ഥാൻ അഥവാ ഭാവ് ആദി കെ നാം കോ കഹത്തെ ഹെ. ഏതെങ്കിലും വ്യക്തിയോ വസ്തുവോ സ്ഥാനോ അല്ലെങ്കിൽ ഈവൻ ഫീലിംഗ്, ഭാവ് ആദി കെ നാം കോ സംഖ്യ കഹത്തെ ഹെ. ജैसे ശ്യാം ഒരു വ്യക്തിയുടെ പേരാണ്, ദില്ലി, ആം, മിഠാസ്, മിഠാസ് ഒരു ഫീലിംഗ് ആണ്, അതാണ് ആബ്സ്ട്രാക്ട് നൗൺ. അതാണ് ഈ ചോദിച്ചിരിക്കുന്നത്, ഭാവവാചക് സംഖ്യ.
അതിൻ്റെ പല ഡിവിഷൻസ് ഉണ്ട്. സംഖ്യാക്കെ ഭേദ്, വ്യക്തിവാചക്, ജാതിവാചക്, ഭാവവാചക്. വ്യക്തിവാചക് എന്ന് പറയുമ്പം നമ്മൾ പ്രോപ്പർ നൗൺ, ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു വ്യക്തിനെ സൂചിപ്പിക്കുന്നത്. ഒരു പർട്ടിക്കുലർ വ്യക്തിനെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെയോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തിങ്ങിനെ. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രമേശ് ഒരു പർട്ടിക്കുലർ ബോയിനെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഡൽഹി, അല്ലെങ്കിൽ നമ്മൾ ഒരു റിവർ ദി ഗംഗ, ഗംഗാ നദി, അതൊരു ഗംഗയാണ്. അപ്പോൾ ഒരു വ്യക്തിവാചക് സംഖ്യ. ജാതിവാചക് എന്ന് പറയുമ്പോൾ ഒരു ജാതിനെ സൂചിപ്പിക്കുന്ന ഒരു ഹോൾ ഗ്രൂപ്പ് ഓഫ്. ഇപ്പോൾ ഒരു ലഡക്ക എന്ന് പറയുകയാണെങ്കിൽ ബോയ്, ബോയുടെ അകത്തിൽ എല്ലാ ബോയ്സും വരും. ലഡ്ക്കി അല്ലെങ്കിൽ നദി, അതിലെല്ലാ നദികളും വരും. ഒരു പർട്ടിക്കുലർ ഗംഗ അല്ല, ഒരു ഹോൾ ജാതിനെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഭാവവാചക് എന്ന് പറയുമ്പം അതൊരു പർട്ടിക്കുലർ ഭാവനെ സൂചിപ്പിക്കുന്നത്. ജബ് കിസി ചീസ് യാ പദാർത്ഥ കി അവസ്ഥ, ദശ യാ ഭാവ കാ ബോധ് കരാത്തെ ഹെ, അതാണ് ഭാവവാചക് സംഖ്യ. അല്ലെങ്കിൽ അതിനെ ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയും. എക്സാമ്പിൾ ബച്പൻ, ബുഢാപ്പ, മോട്ടാപ്പ, മിഠാസ്, ഉമംഗ്, ചढ़ाई, ഇങ്ങനത്തെ ഒക്കെ ജവാനി, മാനവത, ഇതെല്ലാം ഭാവവാചക് സംഖ്യയിൽ വരും. നൗണിന് ഇനിയും ഡിവിഷൻസ് ഉണ്ട്. ദ്രവ്യവാചക് സംഖ്യ ഉണ്ട്, മെറ്റീരിയലിസ്റ്റിക് നൗൺ. അതെന്ന് വെച്ചാൽ ഒരു നമ്മളെ കൗണ്ടബിൾ അല്ല, അൺകൗണ്ടബിൾ. ലൈക്ക് ചാന്തി, സിൽവർ, സോന, ചാവൽ അല്ലെങ്കിൽ ദൂത്, ഇതെല്ലാം നമ്മൾ അതിനെ ദ്രവ്യവാചക് സംഖ്യ എന്ന് പറയും, മെറ്റീരിയൽ നൗൺ. പിന്നെ ഉണ്ട് കളക്റ്റീവ് നൗൺ ഉണ്ട്. നമുക്കറിയാം കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? സമൂഹവാചക്. കളക്റ്റീവ് നൗണിൽ പൂരെ സമൂഹ കാ ബോധ് ഹോതാ ഹെ, ഒരു ഗ്രൂപ്പ്. ലൈക്ക് നമ്മൾ പറയും സൈന്യം, സൈന്യത്തിൽ ആർമിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സാണുള്ളത്. പോലീസ്, അതെല്ലാം കളക്റ്റീവ് നൗണാണ്. എ ബഞ്ച് ഓഫ് ഗ്രേപ്സ്, അതിലൊരു കൂട്ടം ഗ്രേപ്സ് ഉണ്ട്, ഒരു ബഞ്ച്, അതാണ് കളക്റ്റീവ് നൗൺ. അപ്പം നൗൺ അല്ലെങ്കിൽ സംഖ്യ അതെന്താണ്? ഒരു വ്യക്തി, വസ്തു, സ്ഥാൻ അതിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്നതിനെയാണ് നൗൺ എന്ന് പറയുന്നത്. ബേസിക്കലി നൗൺ തന്നെ പല ടൈപ്പ് ഉണ്ട്. വ്യക്തിവാചകമുണ്ട്, ഒരു പർട്ടിക്കുലർ വ്യക്തി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സാധനത്തിനെ ഉദ്ദേശിക്കുന്നതിനെയാണ് വ്യക്തിവാചക് അല്ലെങ്കിൽ പ്രോപ്പർ നൗൺ എന്ന് പറയും. പിന്നെ നമ്മൾ ജാതിവാചകമുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ്, ഇപ്പോൾ ഒരു ലഡക്ക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭാവവാചകമുണ്ട്, ആബ്സ്ട്രാക്ട് നൗൺ, ഏതെങ്കിലും ഒരു മനോദശയെ, ഒരു ഭാവത്തിനെ സൂചിപ്പിക്കുന്നത്. ബച്പന, മോട്ടാപ്പൻ, അതെല്ലാം. ദെൻ വി ഹാവ് കളക്റ്റീവ് നൗൺ അല്ലെങ്കിൽ സമൂഹവാചക്. സമൂഹവാചക് എന്ന് പറയുമ്പോൾ ഒരു ബഞ്ച് ഓഫ് ഗ്രേപ്സ് അല്ലെങ്കിൽ ഒരു ക്രൗഡ്, അതൊരു സമൂഹമാണ്. സൈന്യം, അതെല്ലാം സമൂഹവാചക്. അപ്പോൾ ഇതാണ് ഭാവവാചക് സംഖ്യ. നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത് അത് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഭാവവാചക് സംഖ്യ ക്യായെന്ന് ചോദിച്ചാൽ യു റൈറ്റ് ഓൺലി അബൌട്ട് ഭാവവാചക് സംഖ്യ. അതിൻ്റെ എപ്പോഴും ഗ്രാമറിൽ എക്സാമ്പിൾസോടെ എഴുതുമ്പം വാല്യൂ ആഡഡ് മാർക്സ് ആണ്. ലൈക്ക് ഭാവവാചക് സംഖ്യ എന്തുവാന്ന് എഴുതിയിട്ട് അതിൻ്റെ 2 എക്സാമ്പിൾ കൂട്ട് ചെയ്താൽ വളരെ ഉചിതമായിരിക്കും. വിൽ മൂവ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. थर्ड क्वेश्चन इज निम्नलिखित शब्दों का लिंग बदलकर लिखिए. അപ്പോൾ ലിംഗ് എന്തുവാണ്? നത്തിങ് ബട്ട് ജെൻഡർ. ലിംഗ്, പുല്ലിംഗ്, സ്ത്രീലിംഗ് എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം നൗണിൻ്റെ ഏത് രൂപത്തിൽ നമുക്ക് അത് സ്ത്രീയാണോ പുരുഷജാതിയിൽപ്പെട്ടതാണോ അതിൻ്റെ ഒരു ബോധം വരുന്നതിനെയാണ് നമ്മൾ ലിംഗ് എന്ന് പറയുന്നത്. സംഖ്യാക്ക് ജിസ് റൂപ് സേ ഉസ്കെ സ്ത്രീ യാ പുരുഷ ജാതി കെ ഹോനെ കാ ബോധ് ഹോത്താ ഹൈ ഉസേ ലിംഗ് कहते हैं. നൗണിൻ്റെ ഏതൊരു ഫോമിൽ നമുക്കത് ആണാണോ പെണ്ണാണോ പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ എന്നറിയുന്നതിനെയാണ് ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ ആക്ച്വലി മസ്കുലൈൻ ജെൻഡർ, ഫെമിനൈൻ ജെൻഡർ, ന്യൂട്രൽ ജെൻഡർ ഉണ്ട്. ഇപ്പോൾ തിങ്സിനൊക്കെ നമ്മൾ അങ്ങനെ പറയും. നോൺ ലിവിങ് തിങ്സ് ന്യൂട്രൽ ജെൻഡറിൽ വരും. പക്ഷേ ഹിന്ദിക്ക് ലിംഗ് അല്പം കുഴപ്പിക്കുന്ന ഒരു ലിംഗ് പ്രശ്നമാണ്. ഹിന്ദിയിൽ എല്ലാ ലിവിങ്ങും നോൺ ലിവിങ് തിങ്സിനെയും 2 ജെൻഡറിലാണ് വെച്ചിരിക്കുന്നത്, പുല്ലിംഗും സ്ത്രീലിംഗും. അതിലിപ്പോൾ നദി, പർവ്വതം, ഇതിനെല്ലാത്തിനെയും പുല്ലിംഗും സ്ത്രീലിംഗുമായിട്ട് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അല്പം കൺഫ്യൂസിങ് ആണ് ലിംഗ്. പക്ഷെ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും വരത്തില്ല. നിങ്ങൾക്ക് ജസ്റ്റ് യു ഹാവ് ടു ചേഞ്ച് ദ ലിംഗ്. നിമ്നലിഖിത് ശബ്ദവും കാ ലിംഗ് ബദൽക്കർ ലിഖിയെ, ജെൻഡർ ചേഞ്ച് ചെയ്തെഴുതണം. അവർ ഇതിലിപ്പം 3-4 വേർഡ്സ് തന്നിട്ടുണ്ട്. പണ്ഡിത്, ഗുരു, മാലി, നോക്രാണി.
മിക്സ് ചെയ്ത് തന്നിരിക്കുകയാണ്. പുള്ളിങ്ങും സ്ത്രീലിംഗും ഒരുമിച്ച് തന്നിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നാച്ചുറലി ഷുവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം, ലിംഗ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ പണ്ഡിറ്റ്, ഗുരു, മാലി, നോക്രാനി. ഈ ജെൻഡർ ചേഞ്ച് ആക്ച്വലി നമ്മൾ നിരന്തരം വായിക്കുന്നതനുസരിച്ച് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും, ഓർമ്മ നിൽക്കും, ഒരു പാറ്റേൺ കീപ്പ് ചെയ്യും. ഹിന്ദിയിൽ മിക്കപ്പോഴും ലൈക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണുള്ളത് അത് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചാൽ മതി. ലടുക്ക, ലടുക്കി, ഗൂങ്ക, ഗൂങ്കി, നർ, നാരി, അങ്ങനെ അങ്ങനെ അതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ കുത്ത, കുത്തിയ, ഇയ ചേർത്തിട്ട്, ബൂഢ, ബുഢിയ, അത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെ ആയിരിക്കും വരുന്നത്. അത് ചൂഹ, ചുഹിയ, അതൊരു പാറ്റേണിലും പഠിക്കുമ്പോൾ ഒരു രസമാണ്. പിന്നെ റാണി ചേർത്തിട്ട് ദേവർ, ദേവറാണി, ജേഠ്, ജേഠാനി, അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും. പിന്നെ ഒരു പാറ്റേണും ഫോളോ ചെയ്യാതെ തന്നെ ലിംഗ് ബദലിയുണ്ട്, ഇങ്ങനെ മാ ബാപ്പ്, ഒരു കണക്ഷനും ഇല്ലാത്തത്, മർദ്, ഓരത്ത്, അങ്ങനെ. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് പഠിച്ചാൽ മതി. ദെൻ ചൗധരി, ചൗധരായിൻ, പണ്ഡിറ്റ്, പണ്ഡിതായിൻ, അങ്ങനെ. പിന്നെ ഗുരു, ഗുരുവായിൻ, ആ ടൈപ്പ് വരും. അപ്പോൾ അത് ടെക്സ്റ്റിലുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് അതൊരു ഫണ്ണായിട്ട് എടുത്താൽ മതി. ഇങ്ങനെ വൊക്കാബുലറി ഇൻക്രീസ് ആവും വേർഡ്സിൻ്റെ. അതാണ് ലിങ്ക്. അപ്പോൾ അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 4 വേർഡ്സ് തന്നിട്ട് അവരെന്തായാലും ലിങ്ക് ചേഞ്ച് ചെയ്യാൻ പറയും, ജെൻഡർ ചേഞ്ച് ചെയ്യാൻ പറയും. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അധികരൺ കാരക് ക്യാ ഹെ? 4th ക്വസ്റ്റ്യൻ. അധികരൺ കാരക് ക്യാ ഹെ? അധികരൺ കാരക് ഈ നൗൺ, ലിംഗ്, പിന്നെ വചൻ, അതിനേക്കാളുമൊക്കെ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് ഇൻ എ സെൻസ് കുറച്ചൊന്ന്. ജിസ് ശബ്ദ സേ ക്രിയ കെ ആധാർ കാ ബോധ് ഹോ ഉസേ അധികരൺ കാരക് कहते हैं. ഏത് വേർഡാണ് ക്രിയയുടെ, ആ ഡൂയിങ് വേർഡ്, ക്രിയ, ഒരു ആക്ഷൻ നടക്കുന്ന, അതാണ് ക്രിയ, അതിൻ്റെ ആധാരം എന്താണെന്ന് അത് ബോധിപ്പിക്കുന്ന ഒരു ശബ്ദിനെയാണ് അധികരൺ കാരക് എന്ന് പറയുന്നത്. शब्द के जिस रूप से क्रिया के आधार का बोध होता है उसे अधिकरण कारक कहते हैं. अधिकरण എന്ന് വെച്ചാൽ जिसके आधार पर. लाइक फॉर एग्जाम्पल, पानी में मछली रहती है. इस वाक्य में पानी में अधिकरण कारक है क्योंकि यह मछली के आधार पानी का बोध करा रहा है. पानी में, അതാണ് അധികരൺ കാരക്. മച്ച്ലി കഹാ രഹത്തി ഹെ? മച്ച്ലി കാ രഹന ഒരു ക്രിയയാണ്. അത് എവിടെയാണ്, ഏതിനെ എവിടെ ആധാരമാക്കിയാണ് മച്ച്ലി രഹത്തി ഹെ? പാനി മേ. ഭവരാ ഫൂലോ പർ മണ്ഡറാ രഹാ ഹെ. മണ്ഡറാ രഹാന എന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങുക, ഈ വണ്ട് പൂവിൻ്റെ മുകളിൽ കറങ്ങുന്ന ഒരു ക്രിയയാണ്. ആ ക്രിയ എവിടെയാണ് ബേസ് ചെയ്ത് നടക്കുന്നത്? ഫൂലോ പർ. അപ്പോൾ അത് ഭവര ഫൂലോം പർ, ആ ഫൂലോം പറാണ് അധികരൺ കാരക്. ഇപ്പോൾ ക്ലിയർ ആയോ? കമരേ മേ ടി വി രഖാ ഹെ, ഈ ഒരു സെൻറ്റൻസിൽ രഖ്ന അതാണ് ഡൂയിങ് വേർഡ്, വെച്ചിരിക്കുന്നു. അത് എവിടെ വെച്ചിരിക്കുന്നു? കമരേ മേ. ഇപ്പോൾ ക്ലിയർ ആയോ? അധികരൺ കാരക്. ഓക്കെ. ഈ അധികരൺ കാരക് എന്ന് വെച്ചാൽ ഏത് വേർഡിലാണ് നമുക്ക് ആ ക്രിയയുടെ ആധാരം ബേസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു ക്രിയ എന്ന് പറയുമ്പോൾ ഒരു ഡൂയിങ് വേർഡാണ്, ഒരു ആക്ഷൻ നടക്കുകയാണ്, അതിനാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്, വേർബ്. അതെന്തിനെ ബേസ് ചെയ്താണ്, ഏതിൻ്റെ മുകളിലാണ് ബേസ് ചെയ്താണ് അത് നടക്കുന്നത്, അതിനെയാണ് അധികരൺ കാരക് എന്ന് പറയുന്നത്. അഥവാ ശബ്ദ കെ ജിസ് റൂപ് സേ ക്രിയ കെ ആധാർ കാ ബോധ് ഹോത്താ ഹെ, അതിനെയാണ് അധികരൺ കാരക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളിലൂടെ പോകുമ്പോൾ പറയാൻ മനസ്സിലാവും. പാനി മേ മച്ച്ലി രഹത്തി ഹെ, ഈ ഒരു സെൻറ്റൻസ് ശ്രദ്ധിച്ചാൽ ഇതിൽ വേർബ് ഏതാണ്, ആക്ഷൻ, ഡൂയിങ് വേർഡ് ഏതാണ്? രഹന, രഹത്തി ഹെ, അതാണ് അതിൻ്റെ ആക്ഷൻ. അത് എവിടെ രഹത്തി ഹെ? പാനി മേ മച്ച്ലി രഹത്തി ഹെ. കഹാ രഹത്തി ഹെ മച്ച്ലി? പാനി മേ. ആ പാനി മേ ബേസ് ചെയ്താണ് ആ മീൻ ജീവിക്കുന്നത്, അതാണ് അധികരൺ കാരക്. ഒന്നുകൂടെ നോക്കാം. ഭവരാ ഫൂലോ പർ മണ്ഡരാ രഹാ ഹെ. മണ്ഡറാന, മണ്ഡറാ രഹാ ഹെ എന്ന് വെച്ചാൽ ഇങ്ങനെ വണ്ട് പൂവിൻ്റെ മുകളിൽ ഇങ്ങനെ കറങ്ങി നടക്കുക, അതിനാണ് ക്രിയ, അതാണ് അവിടെ ക്രിയ നടക്കുന്നത്. വോ കഹാ മണ്ഡറാ രഹാ ഹെ? ഫൂലോ പർ. ആ സെൻറ്റൻസിൽ നോക്കിയേ, ഭവര അല്ലെങ്കിൽ വണ്ട് അത് നൗണാണ്, സംഖ്യ ആണ്.
ഫൂലോം പർ മൺട്രാര. മൺട്രാന അവിടെ വേർബാണ്. ആ ഫൂലോം പർ ആണ്. ഏതിനെ ബേസ് ചെയ്താണ് അത് ആക്ഷൻ? നോക്കിയേ ആ സെൻറ്റൻസ് നോക്കിയേ. ഇതിൽ ഭവറായും ഫൂലും നൗണാണ്. അവിടെ ആക്ഷൻ നടക്കുന്നത് എന്താണ്? ഡൂയിങ് വേർഡ് എന്താണ്? മൺട്രാന, മൺട്രാ രഹാ ഹെ. ഈ ആക്ഷൻ, ഈ ക്രിയ ഏതിനെ ആധാരമാക്കിയാണോ നടക്കുന്നത് അതിനെയാണ് അധികരൺ കാരക് എന്ന് പറയുന്നത്. അപ്പോൾ യഹാ മൺട്രാ രഹാ ഹെ എവിടെയാണ് നടക്കുന്നത്? ഫൂലോം പർ മൺട്രാ രഹാ ഹെ. അപ്പോൾ ഫൂലോം പർ ആണ് അധികരൺ കാരക്. കമറേ മേ ടി വി രഖാ ഹെ. രഖ്ന അതാണ് ആക്ഷൻ, അതാണ് ഡൂയിങ് വേർഡ്, അതാണ് ക്രിയ. കഹാ രഖാ ഹെ? ടി വി കഹാ രഖാ ഹെ? കമറേ മേ. അപ്പം കമറേ മേ ആണ് അധികരൺ കാരക്. सो नेक्स्ट क्वेश्चन, सार्वनामिक विशेषण क्या है? सार्वनामिक विशेषण. ഓക്കെ, വിശേഷൺ എന്ന് വെച്ചാൽ എന്തുവാണ്? സാർവനാമിക് വിശേഷണിൽ പോകുന്നതിന് മുമ്പ് വിശേഷൺ എന്തുവാണ്? ഓക്കെ, വിശേഷൺ അഥവാ അഡ്ജക്റ്റീവ് എന്താണ്? ഏതെങ്കിലും ഒരു നൗൺ അല്ലെ പ്രോനൗണിൻ്റെ വിശേഷത, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡിസ്ക്രൈബിങ് വേർഡിനെയാണ് നമ്മൾ വിശേഷൺ എന്ന് പറയുന്നത്. അതതിൻ്റെ ഏതവസ്ഥേനെയും ഡിസ്ക്രൈബ് ചെയ്യാം. നിറമാകാം, ഗുണമാകാം, മണമാകാം, എണ്ണമാകാം. അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡിനെയാണ്, വിശേഷിപ്പിക്കുന്ന ഒരു വേർഡിനെയാണ് വിശേഷൺ എന്ന് പറയുന്നത്. സംഖ്യ യാ സർവനാം കി വിശേഷത ബതാനെ വാലെ ശബ്ദ കോ വിശേഷൺ कहते हैं. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കൂ. അച്ഛാ ലഡ്ക. ലഡ്ക അവിടെ ഒരു നൗണാണ്. ഏത് നൗണാണത്? ലഡ്ക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് അത് പ്രോപ്പർ നൗൺ അല്ല, ജാതിവാചക് സംഖ്യയാണ്. ഒരു ഹോൾ ഗ്രൂപ്പ് ഓഫ് ലഡ്കാസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ആ ലഡ്ക എങ്ങനത്തെ ലഡ്കയാണ്? അച്ഛാ ലഡ്ക. ആ ലഡ്കയുടെ ഒരു ഗുണം പറയുകയാണ്. അപ്പോൾ അച്ഛായാണ് അതിൽ വിശേഷൻ. തീൻ പുസ്തകി. പുസ്തകയും നൗണാണ്, ബുക്സ്. അതെത്ര എണ്ണം പറയുന്നു? അതിൻ്റെ തീൻ. അപ്പം തീൻ അതിൻ്റെ വിശേഷനാണ്. നൈ കലം, പുതിയ പേന. പേന ഒരു നൗണാണ്, അതിൻ്റെ പുതിയ പേന. ആ നൈ ആണ് അതിൻ്റെ വിശേഷൻ. അപ്പോൾ ഇതാണ് ആഡ്ജക്റ്റീവ്. ആഡ്ജക്റ്റീവ് തന്നെ 5 ടൈപ്പ് ഉണ്ട്. ഗുണവാചക് വിശേഷൻ, പരിമാണവാചക് വിശേഷൻ, സംഖ്യാവാചക് വിശേഷൻ, സാർവനാമിക് വിശേഷൻ, വ്യക്തിവാചക് വിശേഷൻ. ഇതെല്ലാം ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പറയാം. ലൈക്ക് ഗുണവാചക് വിശേഷൻ, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ആ ഒരു ഗുണം അല്ലെങ്കിൽ നിറം, ആകാരം, അതെല്ലാം ഗുണങ്ങളിൽ വരും. അതാണ് ബേസ് ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ അച്ഛാ ലഡ്ക പറഞ്ഞു, ലാൽ ടോപ്പി നിറം പറയുന്നു. അല്ലെങ്കിൽ ഉസ്കാ ചെഹറ ഗോൾ ഹെ, അതിൻ്റെ ആ ഒരു ഗുണം പറയുന്നത് റൗണ്ട് ഫേസ് ആണെന്നുള്ളത്. അതെല്ലാം ഗുണങ്ങളിൽ വരും. അതാണ് ഗുണവാചക് വിശേഷൻ. പരിമാൺവാചക് വിശേഷൻ എന്ന് വെച്ചാൽ ആ ഒരു ക്വാണ്ടിറ്റി സൂചിപ്പിക്കുന്നത്. ലൈക്ക് തോടാ പാനി, കുറച്ച് വെള്ളം. ആ കുറച്ച് എന്നുള്ളത് അല്പം, ആ ഒരു അളവുകോലിനെയാണ് പരിമാൺ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പരിമാൺവാചക് വിശേഷൻ. സംഖ്യാവാചക് വിശേഷൻ എന്ന് പറയുമ്പം അതിൻ്റെ എണ്ണമാണ്, നമ്പറിങ്. ലൈക്ക് 10 റുപ്പിയെ, 10 രൂപ. എത്ര രൂപ? 10 രൂപ. അക്കൗണ്ടബിൾ. അതാണ് സംഖ്യാവാചക് വിശേഷൻ. സാർവനാമിക് വിശേഷൻ എന്ന് പറയുമ്പം, സർവനാം എന്ന് പറയുന്നത് നമ്മൾ പ്രോനൗൺ, നൗണിന് പകരം ഒരു സെൻറ്റൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് നൗൺ യൂസ് ചെയ്യുന്ന ആ ഒരു അരോചകത്വം മാറ്റാൻ വേണ്ടി നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ രാം ഈസ് എ ഗുഡ് ബോയ്, രാം ഈസ് 5 feet ടോൾ, രാം ഈസ് സ്റ്റഡിയിങ് ഇൻ ദിസ് ക്ലാസ്. അപ്പോൾ ഈ രാം 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 എന്ന് റിപ്പീറ്റഡ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹീ ചേർക്കുന്നത്. അതാണ് സർവനാം. അങ്ങനെ സാർവനാമിക് വിശേഷൻ, ലൈക്ക് നമ്മൾ എക്സാമ്പിൾ പറയാണ്, യഹ പുസ്തക് അച്ഛി ഹെ. യഹ, ആ യഹ ആണ്. യഹ, വഹ, ഉസ്, ഇസ്, അതെല്ലാം സാർവനാമിൽ വരും. അങ്ങനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് സാർവനാമിക് വിശേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങൾക്ക്. 5th ക്വസ്റ്റ്യൻ, സാർവനാമിക് വിശേഷൻ ക്യാ ഹെ? സാർവനാമിക് വിശേഷൻ ക്യാ ഹെ? ऐसे सर्वनाम शब्द जो संज्ञा से पहले लगकर उस संज्ञा शब्द की विशेषण की तरह विशेषता बताते हैं. അതിനെയാണ് സാർവനാമിക് വിശേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളിലൂടെ പോകാം. മേരി പുസ്തക്, കോയി ബാലക്, കോയി, കിസി, ഇതെല്ലാം പ്രോനൗൺസ് ആണ്. വഹ, വഹ ലഡ്ക, വഹ ബാലക്, വഹ ലഡ്കി, ഉസ് പെൻ, അതെല്ലാം സർവനാമാണ്. അങ്ങനെ പ്രോനൗൺസ് യൂസ് ചെയ്ത് എന്തിനേലും വിശേഷിപ്പിക്കുന്നതിനെയാണ് സാർവനാമിക് വിശേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, ഗ്രാമർ ക്വസ്റ്റ്യൻസിൽ
ഇറ്റ്സ് ഓൾവേസ് എ ഗുഡ് പ്രാക്ടീസ് ടു ഗിവ് ഫ്യൂ എക്സാമ്പിൾസ്. അത് എക്സാമ്പിൾ കാണുമ്പം തന്നെ എക്സാമിനറിന് കട്ട് ആൻഡ് റൈറ്റ് ക്ലിയർ ആവും, നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന്. അപ്പം വലിച്ചുവാരി എഴുതുന്നതിനേക്കാളും അപ് ടു ദ പോയിൻ്റ് ആയിട്ട് എഴുതുക വിത്ത് എക്സാമ്പിൾ, അത് ശ്രദ്ധിക്കണം. सो नाउ वील मूव ऑन टू द सिक्स्थ क्वेश्चन. निम्नलिखित वाक्य में से विशेषण और क्रिया विशेषण चुनिए. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ആഡ്ജക്റ്റീവ് അല്ലെങ്കിൽ വിശേഷൻ അത് സോർട്ട് ഔട്ട് ചെയ്യണം. പിന്നെ ക്രിയാവിശേഷൻ, അതല്ല എങ്കിൽ ആഡ്വേർബ്, ഇത് രണ്ടും സോർട്ട് ചെയ്യണം. അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്ക് അനലൈസ് ചെയ്യാം. മോട്ടാ ലഡ്കാ ദൂത് ധീരെ ധീരെ പീത്താ ഹെ, ഇതാണ് സെൻറ്റൻസ്. ഇതിൽ നൗൺ ഏതാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നൗൺ ഇപ്പോൾ ഇവിടെ അപ്പോൾ വിശേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നൗൺ കണ്ടുപിടിക്കണം. നൗണിനെയാണ് വിശേഷിപ്പിക്കുന്നത്, സംഖ്യയാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പം ലഡ്ക ഒരു നൗണാണ്, ദൂത് ഒരു നൗണാണ്, പാല് അതൊരു നൗണാണ്. ഈ ലഡ്ക എങ്ങനത്തെ ലഡ്കയാണ്? മോട്ടാ ലഡ്ക. ലഡ്കേനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മോട്ടാ ലഡ്ക. അപ്പോൾ ആ മോട്ട ആണ് ആഡ്ജക്റ്റീവ് അല്ലെങ്കിൽ വിശേഷൻ. അപ്പോൾ നമ്മൾ ആൻസറിൽ ക്ലിയറായിട്ട് എഴുതണം, ലഡ്ക നൗണാണ്, അതിനെ വിശേഷിപ്പിക്കുന്ന ആ ഒരു വിശേഷനാണ് മോട്ടാ ലഡ്ക. പിന്നെ ഇനി ക്രിയാവിശേഷൻ. ക്രിയാവിശേഷൻ എന്ന് വെച്ചാൽ ഒരു ക്രിയയെ വിശേഷിപ്പിക്കുന്ന, ഒരു ഡൂയിങ് വേർഡിനെ വിശേഷിപ്പിക്കുന്ന, ഒരു വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആഡ്ജക്റ്റീവിനെയാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. ഇവിടെ ക്രിയ എന്താണ്? ഇവിടെ ആക്ഷൻ എന്തോ നടക്കുന്നത്? പീന, കുടിക്കുക, പാല് കുടിക്കുക എന്നതാണ് ആക്ഷൻ നടക്കുന്നത്. അത് ആ കുടിക്കുന്നതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ് ധീരെ ധീരെ പീന, മെല്ലെ മെല്ലെ കുടിക്കുക, അതാണ് ക്രിയാവിശേഷൻ, ധീരെ ധീരെ. ഓക്കെ, ക്ലിയർ ആയോ? ക്രിയാവിശേഷൻ. വിശേഷൻ എന്തുവാണ്? ഒരു സെൻറ്റൻസ് തന്നാൽ ആദ്യം അതിൻ്റെ നൗൺ അണ്ടർലൈൻ ചെയ്യണം. നൗൺ കണ്ടുപിടിച്ചിട്ട് ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് വിശേഷൻ. ഇവിടെ നൗൺ ലഡ്ക ഉണ്ട്, ലഡ്ക്കാനെ വിശേഷിപ്പിക്കുന്നത് മോട്ടാ ലഡ്ക, വണ്ണമുള്ള പയ്യൻ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ വേർബ് ഔട്ട്ലൈൻ ചെയ്യണം. ആ വേർബിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഡൂയിങ് വേർഡാണ്, ആക്ഷൻ വേർഡാണ്. അവിടെ ക്രിയ നടക്കുന്ന ഏതാണ്? പീന ആണ്. കുടിക്കുക എന്ന വേർബാണ് നടക്കുന്നത്, ഒരു ആക്ഷൻ നടക്കുകയാണ്. ആ കുടിക്കുന്നത് എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ധീരെ ധീരെ പീന. ആ ധീരെ ധീരെയാണ് ക്രിയ വിശേഷൻ. ക്രിയാവിശേഷൻ അല്ലെങ്കിൽ ആഡ്വേർബ് നത്തിങ് बट विच मॉडिफाइज द मीनिंग ऑफ एन एडजेक्टिव. जिन शब्दों से क्रिया की विशेषता का पता चलता है उन्हें क्रिया विशेषण कहते हैं. എക്സാമ്പിൾ, വഹ ധീരെ ധീരെ ചൽത്താ ഹെ. ഈ ചൽത്താ ഹെ ഒരു വേർബാണ്, അതിനെ ക്രിയയാണ്, നടക്കാണ്. അതിനെ ധീരെ ധീരെ ചല്ലാം, അതാണ് ക്രിയ വിശേഷൻ. അതാണ് സിക്സ്ത് ക്വസ്റ്റ്യൻ. സോ നൗ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനിശ്ചയവാചക് സർവനാം ക്യാ ഹെ? സർവനാം നമ്മൾ പറഞ്ഞു, പ്രോണൗൺ. സർവനാം എന്തുവാണ്? ഒരു സജ്ഞ നിരന്തരം യൂസ് ചെയ്യുന്നതിന് പകരം അത് ബോറടി മാറ്റാൻ വേണ്ടി നമ്മൾ പ്രോണൗൺ ഉപയോഗിക്കും. നൗൺ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, റാം ഇസ് എ ടോൾ ബോയ്, റാം ഇസ് 5 feet ടോൾ, റാം ഇസ് എ സ്മാർട്ട് ബോയ്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് റാം യൂസ് ചെയ്തതിന് പകരം നമ്മൾ ഹീ ഈസ് എ സ്മാർട്ട് ബോയ് അങ്ങനെ ഉപയോഗിക്കും. അതിനെയാണ് സർവനാം എന്ന് പറയുന്നത്. ഇവിടെ അനിശ്ചയവാചക് സർവനാം എന്തുവാണ് ചോദിച്ചിരിക്കുന്നത്. സർവനാമിൻ്റെ പല കാറ്റഗറിയിൽ ഈ സർവനാം തന്നെ പല ടൈപ്പുണ്ട്. നിശ്ചയവാചക്, അനിശ്ചയവാചക്, അങ്ങനെ പല ടൈപ്പുണ്ട്. ഇത് അനിശ്ചയവാചകിൻ്റെ പേരിൽ നിന്ന് തന്നെ അറിയാം, ഒരു നിശ്ചയവും ഇല്ല, ഒരു ക്ലിയർ അല്ല. ഫോർ എക്സാമ്പിൾ, ബാഹർ കോയി ഹെ, വെളിയിൽ ആരോ ആണ്, കോയി ആരാണെന്ന് ക്ലിയർ അല്ല. പിന്നെ നമ്മൾ കോയി ഹോഗ, ബാഹർ കോയി ഹോഗ, ആരെയും കാണും. അങ്ങനത്തെ വേർഡ്സാണ് അനിശ്ചയവാചക് സർവനാം എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഒരു നിശ്ചയമില്ലാത്ത, ഒരു ക്ലിയർ അല്ലാത്ത. ജിസ് സർവനാം സെ കിസി നിശ്ചിത് വ്യക്തി യാ പദാർത്ഥ കാ ബോധ് നഹീ ഹോത്താ ഹെ ഉസെ അനിശ്ചയവാചക് സർവനാം कहते हैं. എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കോട്ട് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം നോക്കി വെച്ചോളൂ. 8th ക്വസ്റ്റ്യൻ, സംബന്ധ ബോധക് അവ്യയ ക്യാ ഹെ? സംബന്ധ ബോധക് അവ്യയ. സംബന്ധ ബോധക് അവ്യയ എന്ന് പറയുമ്പം നത്തിങ് ബട്ട്
രണ്ട് നൗൺസ് തമ്മിൽ അല്ലെ രണ്ട് പ്രൊനൗൺസ് തമ്മിൽ രണ്ട് സജ്ഞ അല്ലെ രണ്ട് സർവനാമം തമ്മിലുള്ള കണക്ഷൻ സംബന്ധം എന്താണെന്നുള്ളത് അത് ബോധിപ്പിക്കുന്ന വേർഡാണ് संबंध बोधक। वे शब्द जो संज्ञा अथवा सर्वनाम को अन्य संज्ञा अथवा सर्वनाम के साथ उनका संबंध का बोध कराते हैं उसे संबंध बोधक अव्यय कहते हैं। ഇത് യൂഷ്വലി നൗൺ അഥവാ പ്രോനൗണിൻ്റെ ബാക്കിലാണ് യൂസ് ചെയ്യുന്നത്. ये संज्ञा या सर्वनाम के बाद प्रयुक्त होता है। ലൈക്ക് എക്സാമ്പിൾ പറയാം, കെ പാസ്, കെ ഊപ്പർ, സേ ദൂർ. ഇപ്പോൾ ഈ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ വിദ്യാലയ കെ സാമനെ ബഗീച്ച ഹെ. രണ്ട് നൗണുണ്ട്. വിദ്യാലയ ഒരു നൗണാണ്, സ്കൂൾ ഒരു നൗണാണ്, ബഗീച്ച അല്ലെങ്കിൽ ഗാർഡനും ഒരു നൗണാണ്. ഈ രണ്ട് നൗണിൻ്റെ സംബന്ധ്, അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത്. വിദ്യാലയ കെ സാമനെ, വിദ്യാലയത്തിൻ്റെ മുന്നിലാണ് ഗാർഡൻ. ആ കെ സാമനെയാണ് സംബന്ധ് ബോധക് അവ്യയ്. ഈ പേര് അല്പം ഹിന്ദി ഗ്രാമറിനെ ഞാനും ഹേറ്റ് ചെയ്യുന്നതിന് ഒരു പ്രധാന കാരണം ഈ പേരുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സംബന്ധ് ബോധക് അവ്യയ് എന്നൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ഡിസ്കംഫേർട്ടാണ്. ആക്ച്വലി ഇത് ഒന്നുമില്ല, രണ്ട് നൗൺസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഏത് വേർഡാണോ നമ്മളെ ബോധിപ്പിക്കുന്നത് അതിനെയാണ് സംബന്ധ ബോധക് അവ്യയ് എന്ന് പറയുന്നത്. അത് രണ്ട് നൗൺ ആകാം, രണ്ട് പ്രോനൗൺ ആകാം. ഇപ്പോൾ വിദ്യാലയ കെ സാമനെ ബഗീച്ച ഹെ, ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്. എക്സാമ്പിൾസ് എപ്പോഴും എക്സാമ്പിൾ വഴി പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. വിദ്യാലയ കെ സാമനെ ബഗീച്ച ഹെ, വിദ്യാലയം ബഗീച്ചയും രണ്ട് സജ്ഞകളാണ്, രണ്ട് നൗൺസാണ്. അതിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് കെ സാമനെ. അതുപോലെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ഇസി ജംഗൽ കെ പീछे നദി ബഹത്തി ഹെ. ജംഗളും നദിയും രണ്ട് നൗണാണ് സെൻറ്റൻസിൽ. ജംഗൽ കെ പീछे, അതിനെ എവിടെയാണ് ഈ നദി ഒഴുകുന്നത്? കെ പീछे. ആ കെ പീछेയാണ് സംബന്ധ് ബോധക് അവ്യയ്. അത്രയേ ഉള്ളൂ. ആ സെൻറ്റൻസിൽ വേർബ് ഏതാണ്? ബഹത്തി ഹെ, ഒഴുകുക. അതാണ് ആക്ഷൻ വേർഡ്. നമ്മളെല്ലാം ഒരു സെൻറ്റൻസ് പഠിക്കുമ്പോൾ അതിനെ ബേസിക്കായിട്ട് നൗൺ, വേർബ്, ആഡ്ജക്റ്റീവ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. തും ഘർ കെ ഭീതർ ജാओ, വീടിൻ്റെ ഉള്ളിൽ. തും ഘർ കെ ഭീതർ, എപ്പോഴും സംബന്ധ് ബോധക് അവ്യയ് പിന്നീടാണ് വരുന്നത്, ബാക്കിലേക്കാണ് വരുന്നത് നൗണിൻ്റെ. ഇപ്പം മേ കാര്യാലയ സേ ദൂർ പहुंच चुका था, സേ ദൂർ, കെ ഊപ്പർ, കെ കാരൻ, ഇതൊക്കെയാണ് സംബന്ധ് ബോധക് അവ്യയ്. അതായിരുന്നു നമ്മുടെ 8th ക്വസ്റ്റ്യൻ. സംബന്ധ് ബോധക് അവ്യയ് ക്യാ ഹെ? तो क्या है संबंध बोधक अव्यय? जो शब्द किसी संज्ञा या सर्वनाम को अन्य संज्ञा या सर्वनाम के साथ उनका संबंध का बोध कराता है उसे संबंध बोधक अव्यय कहते हैं. ये क्या होता है? രണ്ട് നൗൺ അഥവാ രണ്ട് പ്രോനൗൺ, അതിൻ്റെ റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ആ വേർഡിനെയാണ് സംബന്ധ് ബോധക് അവ്യയ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവികാരി ശബ്ദ് കിസേ कहते हैं? ശബ്ദ്, ഹിന്ദിയിൽ ശബ്ദ് ഈ രൂപാന്തർ കി ദൃഷ്ടി സെ, അതിൻ്റെ രൂപം മാറ്റുന്ന അനുസരിച്ച് വികാരി ശബ്ദവും അവികാരി ശബ്ദവും അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. വികാരി ശബ്ദം എന്ന് പറയുമ്പോൾ അതിൽ നൗൺ, പ്രോനൗൺ, ആഡ്ജക്റ്റീവ് ഇതെല്ലാം വരും. അതെന്താണെന്ന് വെച്ചാൽ വികാരി ശബ്ദിൽ ചേഞ്ച് വരും. ഓക്കെ, അത് ലിംഗ് മാറുന്നതനുസരിച്ച്, വച്ചൻ മാറുന്നതനുസരിച്ച്, ഇപ്പം സിംഗുലർ പ്ലൂറൽ ആവുമ്പം അതിൽ മാറ്റം വരും ആ വേർഡ്സിൽ. പിന്നെ പുരുഷ്, കാരക്, കാൽ, ടെൻസ് മാറുന്നതനുസരിച്ച് അതിലെല്ലാം ചേഞ്ച് വരുന്ന വേർഡ്സിനെയാണ് വികാരി ശബ്ദം എന്ന് പറയുന്നത്. ഇപ്പം ലഡ്ക, അത് ലിംഗ് മാറുമ്പോൾ ലഡ്കിയായി മാറിയില്ലേ, അതിൻ്റെ പ്ലൂറൽ ആവുമ്പോൾ ലഡ്കെ, അങ്ങനെ അത് രൂപം മാറുന്നുണ്ട് അതിനെ വികാരി ശബ്ദം എന്ന് പറയും. അതിൽ കൂടുതലും എന്തൊക്കെയാണ്? സംജ്ഞ, സർവനാം, വിശേഷൻ ഓർ ക്രിയ, ഇതെല്ലാമാണ് അതിന് രൂപം മാറുന്നത്. അങ്ങനെ മാറാത്ത വേർഡ്സിനെയാണ് അവികാരി ശബ്ദം എന്ന് പറയുന്നത്. അത് ഒരു സിറ്റുവേഷനിലും, ഇപ്പം ലിംഗ് മാറിയാലും, പ്ലൂറൽ സിംഗുലറിലേക്കായി മാറിയാലും, അല്ലെങ്കിൽ ടെൻസ് മാറിയാലും, കാല്, ഭൂത്ത് കാലിൽ നിന്ന് ഭവിഷ്യത് കാലിലേക്കോ പ്രസൻറ്റ് ടെൻസിൽ നിന്ന് പാസ്റ്റിലേക്കോ എന്തായാലും ഒരു മാറ്റവും ഇല്ലാത്ത ഇരിക്കുന്ന വേർഡ്സിനെയാണ് അവികാരി ശബ്ദം എന്ന് പറയുന്നത്.
അതിൽ ക്രിയാവിശേഷൻ, സംബന്ധബോധക്, സമുച്ചയബോധക്, വിസ്മയാദിബോധക് ഈ വേർഡ്സ് എല്ലാം അവികാരി ശബ്ദിൽ വരും. എന്നുവെച്ചാൽ അതിന് മാറ്റമൊന്നും ഇല്ല. അപ്പോൾ ഇത് ആക്ച്വലി ഹിന്ദിയിലെ വേർഡ്സിൻ്റെ ഈ രൂപാന്തർ കി ദൃഷ്ടി സേ ഉള്ള ഡിവിഷനാണ്. രൂപം മാറുന്നതനുസരിച്ചുള്ള 2 ടൈപ്സ് ഉണ്ട്, വികാരിയും അവികാരിയും. വികാരി വേർഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ മാറ്റം വരാം. അത് ലിംഗം മാറുന്നതനുസരിച്ച് പുള്ളിങ്ങിന് സ്ത്രീലിംഗിലേക്ക് മാറുമ്പം, അല്ലെ പ്ലൂറലിന് സിംഗുലറിലേക്ക് മാറുമ്പം, അല്ലെ കാല് മാറുമ്പം, ടെൻസ് ഭൂതകാലിൽ നിന്ന് പ്രസൻറ്റ് ടെൻസിലേക്ക് മാറുമ്പം, ഇങ്ങനെ മാറ്റം വരുമ്പം മാറുന്നതനുസരിച്ച് ഇതിന് മാറ്റം വരും. ലടുക്ക, ലടുക്കി, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അങ്ങനെ മാറ്റം വരാത്ത വേർഡ്സാണ് അവികാരി ശബ്ദ്. അത്രയേ ഉള്ളൂ. അവികാരി ശബ്ദ് എന്ന് പറയുമ്പം वाक्य में प्रयोग किए जाने वाले जिन शब्दों में कोई बदलाव नहीं आता है वे अविकारी शब्द कहलाते हैं. अर्थात वे शब्द जिन्हें लिंग, वचन, काल व कारक के आधार पर बदला नहीं जा सकता അതിനെയാണ് അവികാരി ശബ്ദ് എന്ന് പറയുന്നത്. ഇങ്ങനെ എക്സാമ്പിൾ അബ്, കബ് ഇതെല്ലാം ആണായാലും പെണ്ണായാലും എല്ലാത്തിനും ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. ബൊഹത്, അധിക്, കം, ഹാ, നഹി ഇത് ഈ വേർഡ്സ് എല്ലാം അവികാരി ശബ്ദാണ്. ഓക്കെ, സോ നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10th വൺ, വചൻ ബദലിയെ. വചൻ ബദലിയെ എന്ന് പറയുമ്പോൾ എന്താണ്? ഏക് വചൻ, ബഹുവചൻ, സിംഗുലർ, പ്ലൂറൽ. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ വചൻ്റെ ചാപ്റ്ററിൽ നേരത്തെ നമ്മൾ ലിങ്ക് പഠിച്ചതുപോലെ തന്നെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തങ്ങ് പഠിക്കാനേ അതിന് ഓപ്ഷനുള്ളൂ. വചൻ ബദൽന അത് റിപ്പീറ്റഡ് ആയിട്ട് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റും. ഏക് വചൻ, ബഹുവചൻ പഠിക്കുന്നതിന് ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതങ്ങ് മെമ്മറൈസ് ചെയ്യണ്ട, അതൊന്ന് റീഡ് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ പിടികിട്ടും. ലൈക്ക് പത്ത, പത്തേ, ലടുക്ക, ലടുക്കെ ഇങ്ങനെയാണ് ഇവിടെ പ്ലൂറൽ ഫോം ചെയ്യുന്നത്. ഛാത്ത, ഛാത്തേ അത് ഒരു കാറ്റഗറി. ബേട്ട, ബേട്ടെ, കമ്ര, കമ്രേ അങ്ങനെ മാറ്റുമ്പം പ്ലൂറലാവും. പിന്നീട് വേറൊരു പാറ്റേൺ ഗുഡിയ, ഗുഡിയ, ദിബിയ, ദിബിയ, അങ്ങനെ ചിടിയ, ചിടിയ ഇതെല്ലാം ഒരു കോമൺ പാറ്റേൺ ഫോളോ ചെയ്യും. ലടുക്കി, ലടുക്കിയാം അങ്ങനെ. ഇത് നദി, നദിയാ ഇത് കുറച്ച് വായിക്കുമ്പോൾ മനസ്സിലാവും. അതൊരു ഫണ്ണായിട്ടങ്ങ് വായിച്ചാൽ മതി. ഋതു, ഋതുവേ അങ്ങനെ ഈ ഏം ചേർത്തിട്ട് ബഹു, ബഹുവേ. പിന്നെ ഈ പാറ്റേൺ ഫോളോ ചെയ്യാത്തതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ലൈക്ക് പക്ഷി, പക്ഷി, വൃന്ദ്, അധ്യാപക്, അധ്യാപക്, ഗൺ ഇതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. ലിങ്ക് ബദലിലും ഇതേപോലെ ഉണ്ട്. പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ചെയ്യാത്തത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഏതാണോ ഉള്ളത് അത് നല്ലപോലെ നോക്കിയിട്ട് പോവുക. കവി, കവി, ഗൺ ഇങ്ങനെയാണ്, ഒരു പാറ്റേൺ അല്ല. അപ്പോൾ അത് ഏകവചൻ, ബഹുവചൻ അങ്ങനെ നമുക്ക് പഠിക്കാനൊക്കത്തുള്ളൂ. എക്സ്പെക്റ്റ് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ, ഷുവർ. അതിൽ ഒരു 4 ക്വസ്റ്റ്യൻസ്, ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ടൈപ്പാണ്. ഇതെല്ലാം ആക്ച്വലി ഫസ്റ്റ് ടൈം നിങ്ങളുടെ ഈ പേപ്പർ, ഈ സിലബസ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പം വചൻ ബദലിയെ ലിങ്ക് ചോദിച്ചതുപോലെ തന്നെ ദേ ആർ ഗിവിങ് 4 വേർഡ്സ്. യു ഹാവ് ടു ചേഞ്ച് ദ നമ്പർ. ലൈക്ക് ഏക് വചനിൽ നിന്ന് ബഹുവചൻ ആക്കണം, അല്ലെ ബഹുവചനിൽ നിന്ന് ഏക് വചൻ. എന്തായാലും അവർ അങ്ങനെ അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ കാര്യം ഇല്ല. So we'll move on to the 11th question. 11th question, समुच्चय बोधक अव्यय क्या है? Again a complicated name, समुच्चय बोधक अव्यय. അത് നത്തിങ് ബട്ട് ജോയിനിങ് വേർഡ്, कंजंक्शन इंग्लिश में പറയും. एक शब्द जो दो या दो से अधिक शब्द, वाक्य या वाक्यांशों को जोड़ने का काम करते हैं. ജോയിനിങ് വേർഡ്സ് ആണ്. അത് 2 വേർഡ്സിനെ ജോയിൻ ചെയ്യാം, 2 വാക്യങ്ങളെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2 വാക്യാംശ്, 2 ഫ്രേസസിനെ ജോയിൻ ചെയ്യാം. ആ ജോയിനിങ് വേർഡിനെയാണ് സമുച്ചയ ബോധക് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ജോ ശബ്ദ് दो या दो से अधिक शब्द, वाक्य या वाक्यांशों को जोड़ने का काम करे. दे आर जस्ट जॉइनिंग. എക്സാമ്പിളിലേക്ക് പോവാം. ആയുഷ് ने कड़ी मेहनत की और सफल हुआ. ആൻഡ് നമ്മുടെ ആ ജോയിനിങ് വേർഡ്, ഒരു സൈഡിലെ ഒരു വാക്യ ആയുഷ് ने कड़ी मेहनत की അതും ആൻഡ് ही सक्सीडेड, सफल हुआ. उषा बहुत तेज दौड़ी लेकिन प्रथम नहीं आ सकी. बट ആ ലേക്കിൻ. അതുപോലെ തന്നെ പരന്തു, കിന്തു ഇതെല്ലാം സമുച്ചയ ബോധക് ഇതാണ്.
അപ്പോൾ 11th ക്വസ്റ്റ്യൻ സമുച്ചയബോധക് അവ്യയ് ക്യാ ഹെ. വേറെ ഒന്നുമല്ല, ഇത് ജോയിനിങ് വേർഡാണ്. രണ്ട് വേർഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാം, രണ്ട് സെൻറ്റൻസസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ജോയിനിങ് വേർഡിനെ ആണ് സമുച്ചയബോധക് എന്ന് പറയുന്നത്. സോ ദ 12th ക്വസ്റ്റ്യൻ ഈസ് കാരക് കിസെ കഹത്തെ ഹെ. കാരക് എന്തുവാന്നുള്ളത്. കാരക് എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ വേർഡ്, ഒരു ക്രിയ, उसको करने वाला या क्रिया को पूरा करने में उसकी मदद करने वाला शब्द. ഒരു ആക്ഷൻ വേർഡ്, അതിൻ്റെ കൂടെയുള്ള അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ, ആ ആക്ഷനെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഏത് ശബ്ദമാണോ യൂസ് ചെയ്യുന്നത് അതിനെയാണ് കാരക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം. ജैसे കർത്ത കാരക്, കർമ്മ കാരക്, ഇതെല്ലാം 8 ഭേദമുണ്ട് കാരക്കിന് തന്നെ. 8 ഡിവിഷൻസ് ഉണ്ട് കാരക്കിന് തന്നെ. അത് കർത്ത കാരക്, കർമ്മ കാരക്, കരൺ കാരക്, സമ്പ്രദാൻ കാരക്, അപാദാൻ, സംബന്ധ, അധികരൺ, സംബോധൻ, അങ്ങനെ 8 ടൈപ്പ് ഉണ്ട്. കർത്ത എന്ന് വെച്ചാൽ ചെയ്യുന്ന ആൾ. ഇപ്പോൾ രാം നേ രാവൺ കോ മാര. അപ്പോൾ ഈ നേ ആണ് അതിൻ്റെ കാരക്കിൻ്റെ ചിഹ്നമായിട്ട് വരുന്നത്. രാം രാവണനെ കൊന്നു, രാം നേ രാവൺ കോ മാര. ഇപ്പം കർമ്മകാരക്കാണെങ്കിൽ രാവൺ കോ മാറ, അപ്പോൾ കോ വരും. അങ്ങനെ കാരക് എന്തുവാണെന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണോ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ അങ്ങ് ഇതിൽ എഴുതുക. क्रिया को करने वाला या क्रिया को पूरा करने में उसकी मदद करने वाला शब्द या चिन्ह कारक कहलाता है. ദാറ്റ്സ് ഓൾ. കാരക്കിന് 8 ഡിവിഷൻസ് ഉണ്ട്. കർത്താകാരക്, കർമ്മകാരക്, അങ്ങനെ ഈ ഡിവിഷൻസ് ആണ്. അതിൻ്റെ ചിഹ്നങ്ങളാണിത്. കർത്താനെ, കർത്താടെ കൂടെ നേ, കർമ്മക്കോ, കരൺ സേ, സമ്പ്രദാൻ കെ ലിയെ, അപാദാൻ സേ, സംബന്ധ കാ കി കെ, അധികരൺ മേ പർ, സംബോധൻ ഹേയറെ. ഇതൊക്കെ നിങ്ങളുടെ ആ കാരക്കിൻ്റെ ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്ഷൻ വേർഡ് പൂർത്തിയാകാൻ ഹെൽപ്പ് ചെയ്യുന്ന വേർഡിനെയാണ് കാരക് എന്ന് പറയുന്നത്. 13th क्वेश्चन निम्नलिखित वाक्य में से सर्वनाम चुनकर उसके भेद बताइए. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ സർവനാം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അത് ഏത് ടൈപ്പ് സർവനാമാണെന്ന് പറയണം. ഇതൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സെൻറ്റൻസ് തരിക, വഹ പാനി പീ റഹാ ഹെ. നോക്കൂ, ഒരു സെൻറ്റൻസ് കിട്ടി നമുക്ക്, വഹ പാനി പീ റഹാ ഹെ. അതിൽ പാനി നൗണാണ്, വെള്ളം സംജ്ഞയാണ്. പീ റഹാ ഹെ, പീന ഒരു ആക്ഷൻ വേർഡാണ്, ഇത് ക്രിയയാണ്. ഓക്കെ. കോൻ പീ റഹാ ഹെ, ആരാണ് ഈ വെള്ളം കുടിക്കുന്നത്? വഹ, അതാണ് സർവനാം. പേര് പറഞ്ഞിട്ടില്ല, അത് രമേശാണോ സീതയാണോ ആരാന്ന് പറഞ്ഞിട്ടില്ല. നൗണല്ല, അതിന് പകരം വഹ, അത് ആരും ആകാം. വഹ, അതാണ് സർവനാം. അപ്പോൾ ഈ സർവനാമിൻ്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ സർവനാം എന്തുവാണ് സർവനാം? അപ്പോൾ ഈ സർവനാമിനെ പറ്റി പറയുകയാണെങ്കിൽ वाक्य प्रयुक्त वे शब्द जिनका प्रयोग संज्ञा के स्थान पर किया जाता है उन शब्दों को सर्वनाम कहा जाता है. നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് സർവനാം എന്ന് പറയുന്നത്. അത് പല ടൈപ്പ് ഉണ്ട്. പുരുഷവാചക് സർവനാം, നിജവാചക് സർവനാം, നിശ്ചയവാചക്, അനിശ്ചയവാചക്, പ്രശ്നവാചക്, സംബന്ധവാചക്. ഇപ്പം മേ, തു, വഹ്, ആപ്പ് ഇതെല്ലാം പുരുഷവാചക് സർവനാമാണ്. ഞാൻ, നീ, വഹ്, ആപ്പ്. നിജവാചക് എന്ന് വെച്ചാൽ സ്വന്തം, ആപ്പ്. നിശ്ചയവാചക് യഹ്, വഹ്, ദിസ്, ദാറ്റ്, ഉറപ്പുള്ളത്. അനിശ്ചയവാചക് കോയി, കുച്ച്, ഒരു അനിശ്ചയത്വമാണ്, ആരോ, ഏതോ. പ്രശ്നവാചക് കോൻ, കോൻ ആയാ ഥ, ആര് വന്നു, അത് പ്രശ്നമാണ്, ചോദ്യമാണ്, ഇൻട്രോഗേറ്റീവാണ്. സംബന്ധവാചക് ഒരു കണക്ഷൻ, ജോ, സോ, ജോ യഹാ, ജോ ലടുക്ക യഹായ വോ, അങ്ങനെ. അത് സർവനാമാണ്, പക്ഷേ അത് സംബന്ധ്, കണക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വഹ, നമ്മുടെ ക്വസ്റ്റ്യൻ വഹ പാനി പീ റഹാ ഹെ. വഹ ഏത് ടൈപ്പാണ്? നിശ്ചയവാചക് സർവനാമിലും വരും, പുരുഷവാചക് സർവനാമിലും വരും. ഏതെഴുതിയാലും ആൻസർ കറക്റ്റായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത് സോ നൗ വി ഹാവ് ഫിനിഷ്ഡ് 13 ക്വസ്റ്റ്യൻ. 14th വണ്ണും സർവനാമിനോട് റിലേറ്റഡ് ആണ്. പുരുഷവാചക് സർവനാം ക്യാ ഹെ.
मैं तू वह आप ഇപ്പം എന്തുവാണ് പുരുഷവാചക് സർവനാം എന്ന് ക്വസ്റ്റ്യൻ തമ്മിൽ റിലേഷൻ ഉണ്ട്. അപ്പോൾ പുരുഷവാചക് സർവനാം എന്താണെന്ന് പറയണം. ഇപ്പം സർവനാമിനോട് ബേസ് ചെയ്ത് തന്നെ ഒരു ചോദ്യമാണ് 14th വൺ, പുരുഷവാചക് സർവനാം എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു നൗണിന് പകരം ഒരു സജ്ഞയ്ക്ക് പകരം യൂസ് ചെയ്യുന്നൊരു വേർഡാണ് സർവനാം. അതിൽ തന്നെ ജോ സർവനാം വക്ത എന്ന് വെച്ചാൽ പറയുന്ന ആൾ, ബോൽനെ വാലെ അഥവാ കേൾക്കുന്ന ആൾ, ശ്രോത, സുनने वाले तथा किसी अन्य के लिए प्रयुक्त होता है उसे पुरुषवाचक सर्वनाम कहते हैं. ഞാൻ സംസാരിക്കുന്നു, അപ്പം ഞാൻ മേ എന്ന് യൂസ് ചെയ്യുന്നു. എൻ്റെ പേര് യൂസ് ചെയ്യാതെ ഞാൻ മേ എന്ന് യൂസ് ചെയ്യുന്നു. അതൊരു പുരുഷവാചക് സർവനാമാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, അപ്പോൾ തു അല്ലെ തും അല്ലെ ആപ്പ് അങ്ങനെ യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും വേറൊരു മൂന്നാമത്തെ ഇവിടെ ഇല്ലാത്തൊരാളിനെ പറ്റി സംസാരിക്കുകയാണ്. വഹ ഏസാ ഹേ വഹ വൈസാ ഹേ അങ്ങനെ സംസാരിക്കുകയാണ്. ഈ മൂന്നെണ്ണവും പുരുഷവാചക് സർവനാമിൽ വരും. ക്ലിയർ ആയോ? വക്ത പറയുന്ന ആൾ, ശ്രോത കേൾക്കുന്ന ആൾ, അതല്ല മൂന്നാമതൊരു വ്യക്തി. ഇതിനെപ്പറ്റി നമ്മുടെ പേര് ഉപയോഗിക്കാതെ തന്നെ, നൗൺ ഉപയോഗിക്കാതെ തന്നെ നമ്മൾ സർവനാം ഉപയോഗിച്ച് പറയുന്നതിനെ പുരുഷവാചക് സർവനാം എന്ന് പറയും. മേ ഞാൻ, വക്ത പറയുന്ന ആൾ, നിന്നോട് പറയുന്നു, തൂ അല്ലെ തും. നമ്മൾ മൂന്നാമതൊരാളിനെ പറ്റി പറഞ്ഞാൽ വഹ, വോ, അതെല്ലാം പുരുഷവാചക് സർവനാമാണ്. അപ്പോൾ ഈ പുരുഷവാചക് സർവനാമിൽ തന്നെ 3 ടൈപ്സ് ഉണ്ട്. 3 प्रकार के होते हैं पुरुषवाचक सर्वनाम. उत्तम पुरुष, मध्यम पुरुष, अन्य पुरुष. उत्तम पुरुष ഞാൻ പറഞ്ഞു, जिन शब्दों का प्रयोग स्वयं के लिए करता है वक्ता, मैं, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണെങ്കിൽ ഹം യഹാ ഖടേ ഹേ, ഹം ഗാന ഗാ രഹേ ഹേ, അല്ലെങ്കിൽ മുझे പ്യാസ് ലഗി ഹേ, എന്നെപ്പറ്റി തന്നെ പറയാണ്. പേരുപയോഗിക്കാതെ തന്നെ ഞാൻ, എനിക്ക്, നമ്മൾ, അതെല്ലാമാണ് ഉത്തം പുരുഷ്. ഇനി നമ്മൾ ശ്രോത, ദൂസറോं के लिए, ജैसे तू, തും, നിങ്ങൾ, നീ, ആപ്പ് അങ്ങനെ പറയുമ്പോൾ തുംകോ, ക്യാ തുംകോ ഭോജൻ ചാഹിയേ, നിങ്ങളെപ്പറ്റി പറയാണ്. അത് മധ്യം പുരുഷ്. ഇനി അന്യ പുരുഷ് സർവനാം എന്ന് വെച്ചാൽ ഇവിടെ ഇല്ല ആൾ, നമ്മൾ വേറൊരാളിനെ പറ്റി പറയാണ്. വഹ ഗന്ദാ ലഡ്കാ ഹേ, വഹ ഗന്ദാ ലഡ്കാ ഹേ, ഉൻഹേ ഖാനാ ചാഹിയേ, ഉൻകോ ജാനാ ചാഹിയേ. അങ്ങനെ മൂന്നാമത്തെ ഒരാളിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന തന്നെയാണ് അന്യപുരുഷ് സർവനാം. അപ്പോൾ പുരുഷവാചക് സർവനാം എന്താണ്? അത് പുരുഷവാചക് സർവനാം എന്ന് പറഞ്ഞാൽ എന്താണ് അത് എഴുതണം. ജോ സർവനാം വക്ത बोलने वाला, श्रोता सुनने वाला तथा किसी अन्य के लिए प्रयुक्त होता है उसे पुरुषवाचक सर्वनाम कहते हैं. वो 3 तरह का होता है, उत्तम पुरुष, मध्यम पुरुष और अन्य पुरुष. എക്സാമ്പിൾസ് സഹിതം കൊടുത്താൽ വളരെ ഉത്തമമായിരിക്കും. ഓക്കെ, നമ്മൾ 15th ക്വസ്റ്റ്യൻ പാർട്ട് എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലെത്തിയിരിക്കുകയാണ്. യോഗിക് ശബ്ദ് ക്യാ ഹെ? യോഗിക് എന്ന് പറയുമ്പം നമ്മുടെ ഈ രചനയെ ബേസ് ചെയ്ത്, അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൽ ഫോമിനെ ബേസ് ചെയ്ത് ഹിന്ദിയിൽ വേർഡ്സിനെ 3 ടൈപ്പിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പറയാറുണ്ട്. 3 ഭേദ് ഹെ രചന കെ ആധാർ പർ. അതൊന്ന് റൂഢ ശബ്ദ്, യോഗിക് ശബ്ദ്, യോഗരൂഢ ശബ്ദ്. ഇതിങ്ങനെ 3 ഡിവിഷൻസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, റൂഢ ശബ്ദം എന്ന് പറയുമ്പം അതിനെ ബ്രേക്ക് ചെയ്താൽ അതിന് ഓരോ യൂണിറ്റിനും പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ല. മീനിങ് ബ്രേക്കേജ് ആവത്തില്ല ആ വേർഡിന്. ലൈക്ക് എക്സാമ്പിളിൽ പോകാൻ ജയും ലയും ഡിവൈഡ് ചെയ്താൽ 2 ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷെ അതിനൊരു മീനിങ് ഇല്ല. ജോ ശബ്ദ് കിസി വിശേഷ അർത്ഥ കോ പ്രകട്ട് കർത്തേ ഹേ, അത് ഒരുമിച്ചിരിക്കുമ്പോൾ അതിനൊരു മീനിങ് ഉണ്ട് ജലിന്. ലേക്കിൻ ഉൻകെ ടുക്കടെ കർ ദിയേ ജായേ തോ നിരർത്ഥക് ഹോ ജാത്തേ ഹേ, അതാണ് റൂഡ് ശബ്ദ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഒരു വേർഡ് അതിന് ആസ് സച്ച് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, ഒരു മീനിങ് ഉണ്ട്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ, സ്പ്ലിറ്റ് ചെയ്താൽ ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി മീനിങ്. അതാണ് റൂഡ് ശബ്ദ്. വേറെ ഒരു കൂട്ടരുണ്ട് യോഗിക് ശബ്ദ്. യോഗിക് എന്ന് വെച്ചാൽ 2 ഡിഫറെൻറ്റ് വേർഡ്സ്, ഇൻഡിപെൻഡൻറ്റ് വേർഡ്സ്, രണ്ടിനും മീനിങ് ഉണ്ട്. ലൈക്ക് ഇവിടെ എക്സാമ്പിൾ നോക്കിയ താഴെ വിദ്യ, ആലയ്, 2 ഇൻഡിപെൻഡൻറ്റ് വേർഡ്സ്, രണ്ടിനും സാർത്ഥക്കാണ്, രണ്ടും മീനിങ് ഫുൾ ആണ്. അത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു വേറെ വേർഡ് ഉണ്ടാവും, വിദ്യ പ്ലസ് ആലയ്, വിദ്യാലയ്, അതിനും മീനിങ് ഉണ്ട്, അതും സാർത്ഥകാണ്. അങ്ങനെയുള്ള വേർഡ്സിനെ, അങ്ങനെ ഫോം ചെയ്യുന്ന വേർഡ്സിനെ യോഗിക് ശബ്ദ് എന്ന് പറയും.
जो शब्द अन्य शब्दों के योग से बने എന്ന് വെച്ചാൽ അതിൻ്റെ കൂടിച്ചേരൽ योग से बने तथा जिनके प्रत्येक खंड का कोई अर्थ हो उन्हें यौगिक शब्द कहते हैं. അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, അതിനൊരു മീനിങ് ഉണ്ട്, അല്ലാതെയും ഉണ്ട്. അപ്പോൾ അതാണ് യോഗിക് ശബ്ദ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്. പിന്നെ മൂന്നും അങ്ങനെ പറയുന്നതേ ഉള്ളൂ. യോഗരൂഢ് തേർഡ് വൺ ആണ്. രചന के आधार पर ശബ്ദിനെ ഹിന്ദിയിൽ റൂഢ്, യോഗിക്, യോഗരൂഢ് 3 ടൈപ്പ് ഉണ്ട്. ഈ യോഗരൂഢിൻ്റെ എക്സാമ്പിളിലൂടെ പോവാം. ലൈക്ക് ദശാനൻ, ദശ പ്ലസ് ആനൻ, 10 മുഖോ വാല, 10 മുഖമുള്ള. അതിൻ്റെ യോഗരൂഢ് എന്ന് വെച്ചാൽ ഈ 10 മുഖമുള്ളതിന് നമ്മൾ വേറൊരു മീനിങ് ആണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. ആരാണ്? രാവണൻ. അങ്ങനത്തെ വേർഡ്സിനെയാണ് യോഗരൂഢ് എന്ന് പറയുന്നത്. ദശാനൻ 2 വേർഡ്സിൻ്റെ കൂടിച്ചേരലുകളുണ്ടാവും, പക്ഷേ നമുക്കൊരു തേർഡ് മീനിങ് ആണ് അതിൽ പ്രത്യക്ഷമായിട്ടത് കേൾക്കുമ്പം വരുന്നത്. പങ്ക് പ്ലസ് ജ എന്നുവെച്ചാൽ കീച്ചഡ് മേ ഉത്പന്ന ഹോനെ വാല, ചെളിയിൽ ഉണ്ടാവുന്നത്, അതാണ് അർത്ഥം പങ്ക് പ്ലസ് ജ. പക്ഷേ അത് ചേർന്ന് കഴിയുമ്പം പങ്കജ് എന്ന് വരുമ്പം നമ്മുടെ മനസ്സിൽ താമര എന്നാണ് വരുന്നത്. അതാണ് യോഗരൂഢ്. ഓക്കെ. ലംബോദർ, ലംബാവുദർ വാല, നീണ്ട വയറുള്ള, ലംബോദർ, ബടാ പേട്ട് വാല, അതാണ് അതിനർത്ഥം. പക്ഷേ ലംബോദർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഗണേഷ് ജിയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അതാണ് ശബ്ദിൻ്റെ 3 ടൈപ്പ്: റൂഢ്, യൗഗിക്, യോഗരൂഢ്. റൂഢ് എന്ന് വെച്ചാൽ ഒരു വേർഡിനെ അതിന് ആസ് സച്ച് ഒരു മീനിങ് ഉണ്ട്. എക്സാമ്പിൾ ജൽ. പക്ഷെ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ജയും ലായും പ്രത്യേകിച്ച് ഒരു മീനിങ്ങും ഇല്ല. യോഗിക് എന്ന് പറയുമ്പം 2 ഡിഫറെൻറ്റ് വേർഡ്സിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്, മീനിങ് ഉണ്ട്. അത് യോഗ്, അത് ചേരുമ്പോഴും അതിന് സെപ്പറേറ്റ് മീനിങ് ഉണ്ട്. ലൈക്ക് വിദ്യ പ്ലസ് ആലയ, വിദ്യായിക്ക് ഒരു മീനിങ് ഉണ്ട്, ആലയ്ക്കും. വിദ്യാലയന് ചേരുമ്പോഴും അതിനൊരു മീനിങ് ഉണ്ട്. യോഗരൂഢ് എന്ന് വെച്ചാൽ 2 വേർഡ്സ് ജോയിൻ ചെയ്യും, പക്ഷേ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു തേർഡ് മീനിങ് ആണ്. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ് ദശാനൻ, ദശ പ്ലസ് ആനൻ, 10 മുഖമുള്ള, അതാണ് നമ്മൾക്ക് ചേരുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിൽ രാവണൻ എന്ന തേർഡ് വേർഡാണ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ. അങ്ങനെ നമ്മൾ ഈ BA-BSc ഗ്രാമർ ആൻഡ് ട്രാൻസ്ലേഷൻ്റെ പാർട്ട് A 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ആക്ച്വലി ഐ ഹേറ്റ് ഗ്രാമർ. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞുകൂടാത്തതാണ്, എന്നാലും എനിക്ക് ഗ്രാമർ അത്ര ഇഷ്ടമല്ല. മേ ബി ബിക്കോസ് ഐ എം നോട്ട് ഗുഡ് ഇൻ ഇറ്റ്. എനിക്കൊരു പൂർണ്ണ കോൺഫിഡൻസോടെ അല്ല ഞാൻ ഗ്രാമർ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പേപ്പർ ഡിസ്കസ് ചെയ്യാതിരിക്കുകയായിരുന്നു. പക്ഷേ ഒരുപാട് റിക്വസ്റ്റുകൾ, മാം പ്ലീസ് ഇത് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് വന്നുകൊണ്ടങ്ങ് ഞാനങ്ങ് ട്രൈ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ദയവ് ചെയ്ത് എക്സാം കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇടുക. യൂഷ്വലി എക്സാംസ് കഴിയുമ്പം കുട്ടികൾ അതൊന്നും ഓർക്കാറില്ല, പക്ഷേ ആഫ്റ്റർ എക്സാംസ് യു പ്ലീസ്. കാരണം ഞാനിത് ഗ്രാമറിൽ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഓരോ പ്രാവശ്യവും കോളേജുകളിൽ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് ഗ്രാമർ പേപ്പർ ഹാൻഡിൽ ചെയ്യാൻ കിട്ടല്ലേന്ന്. ഐ ഡോണ്ട് നോ, എന്തോ ഒരു മെൻ്റൽ ബ്ലോക്കാണ്. അത് ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് B and C വിൽ ബി അപ്ലോഡിങ് സൂൺ. സോ ടിൽ ദെൻ ബൈ ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്.